ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥികർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിച്ച സ്വർഗീയ സ്ഥലമായ അൾത്താരവാതിക്കലെ അങ്ങയുടെ വചനം കേൾക്കാൻ കണ്ണീരിന്റെ കാലത്ത് എന്നെയും എന്റെ കുടുംബത്തെയും ക്ഷണിച്ചതിന് യോഗ്യത നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരിക്കുവാനുള്ള എന്റെ യോഗ്യത ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഒരു മരിങ്ങുണ്ട്. മരിങ്ങെന്ന് പറയുന്നത് ആലപ്പുഴ ഭാഷയാണെന്ന് തോന്നണം. അതായത് എല്ലാ വിഷയങ്ങളും ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് അനായാസമായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തന പരിചയ നൈപുണ്യത്തിനാണ് ഈ മരിങ്ങെന്ന് പറയുന്നത്. ആരാധനയ്ക്കും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിനും ഒക്കെ ഒരു മരിങ്ങുണ്ട്. ചിലർക്കത് വളരെ ഈസിയാണ്. ചിലർക്കെന്ന് പറയണത്, വചനം പറയണത് ബലം പ്രാപിച്ചവർക്കെന്നാണ് പറയണത്. കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള വചനങ്ങളെ ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടുണ്ട്. കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് എടുത്തു പെരുമാറിയിട്ടുള്ള വചനങ്ങളുണ്ട്. അതിലൊന്നാണ് ബലം. നമുക്ക് ഈശോ എന്ന് പറഞ്ഞ് നമുക്ക് ബലം പ്രാപിക്കാൻ പറ്റും. ബലത്തിൻ്റെ ഉള്ള പ്രത്യേകത ബലം നമുക്ക് പ്രാപിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ കുറേ, അതായത് ഇപ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു പൊട്ടൻസി, കുറേ ആധ്യാത്മിക സാധ്യതകൾ വചനം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട്. ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ എന്നതിൻ്റെ അർത്ഥം അങ്ങനെ സാധിക്കുമെന്നാണ്. പലപ്പോഴും ഈ ആധ്യാത്മികതയ്ക്ക് പറ്റുന്ന ഒരു അബദ്ധം, ഇതൊരു ബാലികേറാ മലയായിട്ട് അനാദികാലം മുതൽ ഇത് കൈകാര്യം ചെയ്തവർ എപ്പോഴും ആധ്യാത്മികതയെ ഒരു ബാലികേറാ മലയായിട്ട് ഇങ്ങനെ ആർക്കും പ്രാപിക്കാൻ പറ്റാത്ത രീതി സങ്കീർണമാക്കി കളയും. ഈശോൻ്റെ കാലത്തും ഇങ്ങനെ ഫരിസേയർ ഇതിനെ സങ്കീർണമാക്കി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യം. ഒന്ന്, അവരുടെ സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോൾ തന്നെ കടകളെല്ലാം പൂട്ടി. സാബത്തിനെക്കുറിച്ച് ഞാൻ ഈ ഇസ്രായേലിൻ്റെ ഈ ഇത്രയും നിശബ്ദമായ യുദ്ധകാലത്ത് ഉണ്ടാകുന്ന ഈ ഭയങ്കര സാറ്റർഡേയിലെ എൻ്റെ ധ്യാനം ടെല്ലവീവിലായിരുന്നു, തലസ്ഥാന നഗരിയിലായിരുന്നു. അവിടെ പട്ടാളക്കാരെ ഒഴിച്ച് ബാക്കിയെല്ലാം ശാന്തമാണ്. കാറുകൾ തന്നെ വല്ല ഇന്ത്യക്കാരൻ്റെ കാറ് ഓടുന്നതെന്നല്ലാതെ അവരുടെ കാറൊന്നും ഓടത്തില്ല. ഭയങ്കരമാണ്. ഈ സാബത്ത് നമ്മൾ നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മൾ പേടിച്ചു പോയത്. അപ്പോഴും ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മലയാളി ഇട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചിന്, ഒരു യഹൂദൻ്റെ ഒരു കുഞ്ഞ്, അതിന് നെബുലൈസർ എടുക്കണതാണ്. ഈ റെസ്പിറേഷൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ശ്വാസം എടുക്കത്തില്ല, നെബുലൈസർ മരുന്നൊക്കെ ഇട്ടിട്ട് ഒരു മിഷനാണത്. അപ്പോൾ ഈ മിഷൻ്റെ സ്വിച്ച് ഒരു മലയാളി, അവിടെ കെയർ ടേക്കർ അവിടെ ഉണ്ട്, അവരിട്ടിരിക്കുന്ന വീഡിയോ ആണത്. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ, നോക്കണം, നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഈ സാബത്ത് ദിവസം ഇവരുടെ മുറിയിൽ കെയർ ടേക്കർ ഫസ്റ്റ് ടൈം അവിടെ ചെല്ലണതാണ്. ആദ്യമായിട്ട് അവിടെ ചെന്നിട്ട് ആ വീട്ടിലാവത് അവർ വേറെ ഒരു വീട്ടിൽ ജോലിച്ച് കയറുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്താണ്. അവിടുത്തെ വിസ തീർന്നപ്പോൾ അവിടുന്ന് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച്മെൻറ്റ് ചെയ്താണ് അവരോട് താമസിക്കുക. ഇവിടെ മുറി വന്നൊരു നൈജീരിയക്കാരൻ മുട്ടുമ്പോൾ ഇവർ പേടിച്ചു പോകും, ഫസ്റ്റ് ടൈമല്ലേ.
അയാൾ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ല. ഇവരെ വിളിക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോയി. മലയാളിയാണ് ഇവർ, കെയർ ടേക്കർ. അവർ പോയില്ല, അവർ അകത്ത് വാതിലിട്ട് അടച്ച് ഇരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ വന്ന് വിളിച്ചു. അപ്പോഴുകൊണ്ട് ഇവൾ തുറന്നില്ല, പേടിയാണ്. അവിടെ ഭാഷ മനസ്സിലാകണില്ല, ഇതെന്തിനാണ് വിളിക്കണമെന്ന് അറിയാൻ പാടില്ല. ആകെപ്പാടെ കുഴപ്പം. അത് കഴിഞ്ഞാൽ പിന്നെ സംഗതി ഇവർ ആക്ഷൻ കൊണ്ടൊക്കെ മുഖഭാവം കൊണ്ട് ഇത് ഭയങ്കര ഹൈ എമർജൻസി ആണെന്നുള്ള രീതി പറയുന്നുണ്ടെങ്കിലും ഭാഷകൾ മനസ്സിലാകാത്ത കാരണം ഈ മുഖഭാവം കൊണ്ട് ഇവർക്ക് പേടിയാണ് വരണത്, അല്ലാതെ സിറ്റുവേഷൻസ്. അപ്പോൾ മലയാളിക്കത് ഉൾക്കൊള്ളാൻ അവർ ഉടനെ വാലടച്ചകത്തിരുന്ന് എന്താ ഇനി പേടിച്ചിരിക്കുക, ഇത് ഈ വീട്ടിൽ വന്നിട്ട് എന്തെല്ലാമാണ് ഇനി സംഭവിക്കാൻ, പുതിയ വീടല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുടമസ്ഥർ ഇങ്ങോട്ട് വന്ന് വാലിട്ട് ചവിട്ടിയാൾ അത്രയും പ്രഷർ ചെയ്തപ്പോൾ ഇവർ തുറന്നപ്പോൾ ഇയാൾ ഇന്നലെ കണ്ട വീട്ടുടമസ്ഥനാണ്. അയാളുടനെ ഇവരുടെ കയ്യേക്കറി പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അതുപോലെ വൈരാഗ്യത്തിലല്ല, ആ ഒരു സിറ്റുവേഷൻസ് എമർജൻസി ആയതുകൊണ്ട് ആ രീതി പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇയാൾ കുറേ പോയി. ചെന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. ചെന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നെബുലൈസറിൻ്റെ സ്വിച്ച്, നെബുലൈസർ മരുന്നൊക്കെ ഇട്ട് അവർ വെച്ചിരിക്കുകയാണ്, പ്ലഗ് കുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ സ്വിച്ച് ഇടാൻ പറ്റത്തില്ല. അതിന് ഇയാൾ ഇവിടെ സ്വിച്ച് ഇടാൻ വേണ്ടി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാപത്ത് ലംഘനമാണ്. മനസ്സിലായില്ല? നമ്മുടെ നിങ്ങൾ നോക്കിയോ, സാപത്ത് നമ്പർ നിങ്ങളുടെ ഈ യൂട്യൂബിൽ ആ വീഡിയോ കിടപ്പുണ്ട്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ഈ മലയാളി ലേഡിക്ക് സാപത്തില്ലല്ലോ, അവരെ വിളിച്ചോണ്ട് പോയി കുഞ്ഞിൻ്റെ വായിൽ വെച്ചിരിക്കുന്ന ഈ മൗത്ത് പീസിൽ ഈ മോട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആ മരുന്ന് കയറാൻ വേണ്ടി സ്വിച്ച് ഇടാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയതാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാപത്ത് ലംഘിക്കും. ഭയങ്കരമാണ്. ഇവരെ പിടിച്ചുകൊണ്ടാണ് പോയത്, അത് വേറെ വിഷയം. പക്ഷേ ആ ഒരു വർക്ക് ഇറ്റ്സെൽഫ് സാപത്ത് ലംഘനമാണ്. അപ്പോൾ ഞാൻ ഓർക്കണേ, കർത്താവിൻ്റെ കാലത്ത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. കർത്താവിൻ്റെ കാലത്ത് ഒരു ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ പൊട്ടിയാൽ മാത്രമേ ആ യഹൂദൻ അവിടെ നിൽക്കും. ചെരുപ്പിൻ്റെ നടക്കുന്ന യാത്രയിൽ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിക്കഴിഞ്ഞാൽ യഹൂദൻ അവിടെ നിൽക്കും. എന്തിനാണ്? സൂര്യാസ്തമയം വരെ അവിടെ നിൽക്കും. ചെരുപ്പ് കളയത്തില്ല അവൻ. ഭയങ്കര സാധനം. നമ്മളൊക്കെ മലയാളിയാണെങ്കിൽ ചെരുപ്പ് പറഞ്ഞ് ദൂരെ കഴിഞ്ഞാൽ പോകും. അവൻ കളയത്തില്ല, ഒരു സാധനം നഷ്ടപ്പെടുത്തത്തില്ല. അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് സൂര്യാസ്തമയം ആയി കഴിയുമ്പോൾ സാപത്ത് ഫ്രീ ആയില്ലേ, അപ്പം കൈകൊണ്ട് ചെരുപ്പ് പൊക്കുമ്പോൾ ചുമടെടുത്തുന്നായി. ചെരുപ്പ് പൊക്കുമ്പോൾ ചുമടെടുത്തെന്നല്ലേ. അപ്പോൾ അത് സാപത്ത് ലംഘനമാണ്. അതുകൊണ്ട് ആ ചെരുപ്പ് കളയാതിരിക്കാൻ വേണ്ടി ആ പാവപ്പെട്ടൻ അവിടെ നിൽക്കും. അത്രയും സീരിയസ് ആണ് സംഭവം. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് സ്പിരിച്വാലിറ്റി ഭയങ്കര ഒരു ബാലികേറ മലയായിട്ട് വരും. ഇതൊക്കെ പാലിക്കാൻ ആർക്ക് പറ്റും? പരിചയർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ. അപ്പോൾ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ ആധ്യാത്മികതയും ദൈവവും ഒതുങ്ങിപ്പോകുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് ഈശോ കാണുന്നത്. വെറും ഒരു ന്യൂനപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടുത്തെ ആ സാപത്ത് പാലിക്കുന്ന റബ്ബി വർഗമില്ലേ, അവരവിടെ ജോലിക്കൊന്നും പോണില്ല. ഇസ്രയേലിൽ അവർക്ക് വേണ്ടി മാത്രം ശമ്പളം കൊടുക്കുന്നുണ്ട്. അവരുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഒറിജിനൽ യഹൂദനല്ല, പട്ടാളക്കാർക്ക് മാത്രമേ സാപത്തിൻ്റെ ഒരു ഇതുണ്ട്, റിലീഫ് കൊടുത്തിട്ടുള്ളത്. അവർ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ആ ടെൽബാബിൽ ഞങ്ങൾ അവിടെ ക്യാമ്പിലായിരുന്നു ഞങ്ങൾ ധ്യാനം നടത്തിയത്. കാര്യം ഇത്ര സമയത്ത് അത് അത്യാവശ്യമാണ്. 10,000 ആൾ കൂടിയിരിക്കുകയല്ലേ. അപ്പോൾ പട്ടാളക്കാർ ചുറ്റോടിയിട്ടുമുണ്ട്. ഇതൊക്കെ അവരുടെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. നമ്മളാണ് ഇവരുടെ യുദ്ധം കേട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ ഭയങ്കര ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ടോക്കറ്റീവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ എന്താണ് ബർഗർ എന്താ സാധനമൊക്കെ കഴിക്കുന്നുണ്ട്, കോള കുടിക്കുന്നുണ്ട്. അതിന് സാപത്തിൽ നിന്ന് അവർക്ക് മാത്രം റിലീഫ് ഉണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അവർ വളരെ സിമ്പിളായിട്ടാണ് അവിടെ വ്യാപരിക്കണത്. അല്ലാതെ ഒന്നും. ഇപ്പോൾ നമ്മളാരിങ്ങനെ ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനമൊന്നും ഈ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. ഉടനെ 144 പ്രഖ്യാപിക്കൂല. അപ്പോൾ നമ്മൾക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ഇല്ലാത്തൊരു വർഗ്ഗമാണെന്ന് നമ്മളെ നമുക്ക് മനസ്സിലായി അവിടെ ചെന്നപ്പോൾ. നമ്മൾക്കാണ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെ ഈ ആൾ കൂടാൻ സമ്മതിക്കത്തില്ല. അവിടെ കേരളത്തിൻ്റെ 3/4 ഭാഗമേ ഇതുള്ളൂ. ഇതൊരു സംഭവത്തിൽ ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ അവരവർക്കും ക്യാഷായിട്ട് വല്ലതും ഉണ്ടായി എല്ലാം ചാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഇത് അനുവദിക്കത്തില്ല. പക്ഷെ അങ്ങനെയല്ല. യഹൂദന് നല്ല ആത്മവിശ്വാസമാണ്. ഈ 10,000 ആൾക്കാർ കൂടി അവർ കൂളായിട്ടിരിക്കണം.
അപ്പം അത് വേറെ ഒരു ജനതയാണത്. ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച അനാദികാലം മുതലേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കോൺഫിഡൻസിൽ അവരങ്ങനെ ജീവിക്കുകയാണ്. ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും അച്ചിട്ടതായിട്ടാണ് ഇവർ സാബത്ത് ഈ കാലങ്ങളിൽ പോലും പാലിച്ചുകൊണ്ട് പോണത്. ദാറ്റ് മീൻസ് പക്ഷേ ആർക്ക് പറ്റും? ആർക്കും പറ്റത്തില്ല ശരിക്കും. അതായത് ഈ ന്യായപ്രമാണം ഇത്രയും കഠിനമാണെങ്കിൽ ആർക്കിത് പാലിക്കാൻ പറ്റുമെന്നുള്ളത് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഒരു പ്രശ്നമായിരുന്നു. ആധ്യാത്മികത ആർക്കും പാലിക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയിലും ആ അസുഖം ഉണ്ടായിരുന്നു. ഇന്ത്യയിലും അസുഖം ഉണ്ടായിട്ട് കുറേ പേര് ഇങ്ങനെ സിദ്ധന്മാരുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരാക്കി ഇന്ത്യ മാറ്റിക്കളഞ്ഞു. ഒരു കൺസൾട്ടേഷൻ അല്ല സംഭവം, മറിച്ച് ആധ്യാത്മിക മൊത്ത വ്യാപാരവും അതിന് മൊണോപ്പൊളിയും ഒരു ന്യൂനപക്ഷത്തിൻ്റെ അടുത്ത് ഒതുങ്ങുന്ന ഒരു ആധ്യാത്മികത, അത് ഫേക്കാണ് ശരിക്കും. ഇപ്പോൾ യമനിയമ ആസന പ്രാണായാമ പത്താസന സമാധിയിലൂടെ അങ്ങനെ പോകാൻ സാധാരണ മനുഷ്യർക്ക് പറ്റത്തില്ല. ബുദ്ധിസത്തിനും ബ്രഹ്മണിസത്തിനും ഒക്കെ പറ്റിയിട്ടുള്ള സംഭവം ഈ സാധാരണ മനുഷ്യരെ ഇവർ അവോയ്ഡ് ചെയ്ത് കളയും. ഇതുതന്നെയാണ് ഫരിസേയസത്തിന് സംഭവിച്ചത്. സാധാരണ മനുഷ്യർക്ക് ബാലികേല മലയാക്കിയത് മാറ്റും, അപ്രാപ്യമാക്കി കളയും. അപ്പം മറ്റവർ പറയണ ദൈവാനുഭവങ്ങൾ മാത്രമേ അതിൻ്റെ അപ്പക്കഷ്ണം കൊണ്ട് ഇവർ എറിഞ്ഞു കൊടുക്കുന്ന അപ്പക്കഷ്ണം കൊണ്ട് ഇവർ സദുപദേശങ്ങളെ കൊണ്ടൊക്കെ ഇവർ ജീവിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യൻ 1% മാത്രം ദൈവത്തിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ഫാദേഴ്സായിട്ട് മാറും. ബാക്കി 99% എപ്പോഴും ഇവരുടെ ഭിക്ഷാന്തേഹികളായിട്ട് ഇവർ ഒരു ആധ്യാത്മിക അടിമവർഗം സൃഷ്ടിക്കപ്പെടും. ഇതുകൊണ്ട് ഈശോ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ ഇതെല്ലാം കണ്ടതിന് ശേഷം ഈശോ ജോയേലിൻ്റെ ദീർഘദർശന കാലത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഈശോ വരുമ്പോൾ ഈ വിഷയം പൊളിച്ചെഴുതുമെന്ന് പറഞ്ഞായിരുന്നു. ഈശോ വരണ കാലത്ത് അതാണ് ഈശോയുടെ ഒരു സ്പേസ് എന്ന് പറയണത്. ഈശോയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സ്പേസ് എന്ന് പറയണത് ജോയേലിൻ്റെ സ്പേസാണ്. ജോയേൽ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞത്? 2:38 അന്നാളുകളിൽ പറഞ്ഞ് എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും വർഷിക്കും. അതാ മൊണോപ്പൊളി തട്ടി തകർക്കുമെന്നാണ് പറഞ്ഞത്. മൊണോപ്പൊളി അതിനുശേഷം അവൻ ആദ്യം തന്നെ ചെയ്തത്, ആദ്യം തന്നെ ഇവർ സൈഡ് ലൈൻ ചെയ്ത ആൾക്കാരെ ആദ്യം അഡ്രസ്സ് ചെയ്യും. ആദ്യം സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നത് കള്ളന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയിരുന്നത് ഇടയന്മാരെയാണ്. ഇടയന്മാർ കള്ളന്മാരായിട്ട് റബ്ബികൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കള്ളന്മാരായിട്ട് ഇവിടെ പെടുത്തിയിട്ട് രാത്രി ആടുകളെ സൂക്ഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു വർഗ്ഗമായിരുന്നു അവർ. നാട്ടിൽ നിർത്തത്തില്ല അവരാ. പൊതുജീവിതത്തിൽ ഇടയന്മാരില്ല. ഇസ്രായേലിൻ്റെ പൊതുജീവിതത്തിൽ ഇടയവർഗമില്ല. അവരെ ആടിൻ്റെ കൂടെ ഇറക്കി വിടും. എന്നിട്ട് അവർ സന്ധ്യയാകുമ്പോൾ വരും. അവർക്ക് പൊതുജീവിതമോ സംസ്കാരമോ സാഹിത്യമോ പഠനങ്ങളോ ഇല്ല. ഇതിൻ്റെ അകത്ത് ആകപ്പാട് സാഹിത്യം എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇടയവർഗത്തിൽ നിന്ന് ദാവീദ് മാത്രമാണ്. ദാവീദിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കുറേ ഇടയ സങ്കീർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വീട്ടിൽ നിന്നുണ്ടായിരുന്ന ഒഴിവാക്കലുകളും അവഗണനകളും കൂട്ടത്തിലുണ്ടായിരുന്ന ജെസ്സിയുടെ മക്കളിൽ ഏറ്റവും മോശമായിട്ട് ഇവനെ തിരിഞ്ഞു കളഞ്ഞതും ഒക്കെ, പിന്നെ ദൈവത്തിൽ ഇവനെ അദമ്യമായിട്ട് ആശ്രയിക്കാനുള്ള ഇടപെടുന്ന ആ ആത്മബന്ധത്തിൽ നിന്ന് ഇവൻ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം ഇടയ സങ്കീർത്തനങ്ങൾ തന്നെ എല്ലാം എഴുതിയിരിക്കണത് തന്നെ. പകുതിമുക്കാലും മനോഹരമായ 23-ാം സങ്കീർത്തനമൊക്കെ ഈ ഇടയാനുഭവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അതൊരു ദാവീദിൻ്റെ ആധ്യാത്മികത ഒരു വേറിട്ട ആധ്യാത്മികതയാണ്. പക്ഷെ പൊതുവേ നമ്മൾ പറയുമ്പോൾ ഇടയന്മാരെ പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അതായത് ഇങ്ങനെ സൈഡ് ലൈൻ മാർജിനലൈസ് ചെയ്തിരിക്കുന്ന ഒരു വർഗ്ഗമാണ്. അവർക്ക് ആത്മാവുണ്ടെന്ന് വരെ റാബികൾ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ട് അറാബികൾക്ക്. ഇവിടെ അങ്ങനെയായിരുന്നില്ല. ബ്രാഹ്മൺസിന് അടിമകൾക്ക് ആത്മാവില്ല എന്നുള്ളത് ഫെഡറലിസത്തിൻ്റെ കാലത്തും നിലനിന്നിരുന്നൊരു കോൺസെപ്റ്റാണ്. ആത്മാവ് ഉണ്ടാകണമെങ്കിൽ കുറച്ച് കളറുണ്ടാകണം, കുറച്ച് ആരോഗ്യം ഉണ്ടാകണം, കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാകണം. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ. ഇപ്പോൾ മനുഷ്യൻ ഏത് രീതിയിലാണ് ഇങ്ങനെ പാർശ്വവൽക്കരിക്കുന്നത്? സാംസ്കാരിക പാർശ്വവൽക്കരണം ശക്തമായ രീതിയിലുള്ള ഉച്ചനീചത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മതിലിനെയാണ് ഈശോ സ്വന്തം ശരീരം കൊണ്ട് ഇടിച്ചു പൊളിച്ചെന്ന് പൗലോസ് പറയുന്നത്. എല്ലാത്തിനെയും ഇങ്ങനെ മനുഷ്യനെ അസ്പർശ്യമാക്കാൻ വേണ്ടി കെട്ടിയുയർത്തിയിട്ടുള്ള സാംസ്കാരിക മതിലുകൾ, പിന്നെ അപ്പാർത്തീഡിൻ്റെ മതിലുകൾ
വർണ്ണ വർഗ വിശ്വാസഭേദത്തിൻ്റെ മതിലുകളെ എല്ലാത്തിനും ഈശോ അതിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട്, ശരീരത്തിൽ പരിഹാരം ചെയ്തുകൊണ്ട്, ശരീരത്തിൽ മരിച്ച് ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇത് ആധ്യാത്മികത മുഴുവനും അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ആർക്കും സൗജന്യമായിട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഈശോ വിപ്ലവകരമായൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെയാണ് അവൻ എന്നും സ്തുതിക്കപ്പെടേണ്ടവനായി മാറണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. അപ്പോൾ പാപത്തിന് അവൻ ശരീരത്തെ ശിക്ഷ വിധിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും ഇതിന് പരിഹാരമാകാൻ അവൻ്റെ നാമം ദൈവം ഉയർത്തിയത് മൂലം അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ആർക്കും, യഹൂദനായാലും ശരി, അയഹൂദനായാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, അക്രൈസ്തവനായാലും ശരി, അത് എല്ലാവർക്കുമായിട്ട് ആധ്യാത്മികത തുറന്നു കൊടുത്തു എന്നുള്ളതാണ് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി. അതായത് ഈശോയുടെ അതായത് ആധ്യാത്മികതയുടെ മുഴുവൻ സാധ്യതകൾ ഒരു സിംഗിൾ നെയിമിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഈ നാമത്തെ വിശ്വസിക്കുന്ന ആർക്കും അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആധ്യാത്മികത എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തു. ആർക്കതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആർക്കതിൽ സ്നേഹിക്കാൻ പറ്റുന്നു, ആർക്കാ നാമത്തെ വിശ്വസിക്കാൻ പറ്റുന്നു, ആർക്കാ നാമത്തെ പ്രത്യാശിക്കാൻ പറ്റുന്നു, അവർക്കൊക്കെ തനത് സമ്പാദ്യം ഉണ്ടാക്കാനും കൃപ വളർത്താനും കഴിയുന്ന രീതിയിലാണ് ഈശോ പുതിയ നിയമം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അതാണ്. പക്ഷേ ഇത് കണ്ടായി, ഇത് സർവ്വജനീനമായിപ്പോയി. എന്ന് പറഞ്ഞേ, യോഹന്നാൻ 1:12 വായിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഭയങ്കര, അതായത് ഉടമ്പടിയുടെ ഏറ്റവും ടോപ്പ് വചനങ്ങൾ ഒത്തിരി, ഉടമ്പടിയുടെ കീനോട്ട്സുകൾ ഒത്തിരി ഉണ്ട്. കീനോട്ട്സ് അല്ല, കീ വേഡുകൾ. ഉടമ്പടിയിലെ കീ വേഡുകൾ ഞാൻ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിച്ചതല്ല. ഉടമ്പടി തന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച്, ദൈവജനവും അഭിഷിക്തനും കൂടി ഒരുമിച്ച് കർത്താവിൻ്റെ അടുത്ത് കൂടുന്ന ഇതുപോലെ കൂട്ടായ്മയിലാണ് ഈ ഉടമ്പടിയുടെ മുഴുവൻ ലിറ്ററേച്ചർ, വിസ്ഡം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുമ്പോൾ മാത്രം കിട്ടിയിട്ടുള്ളതല്ല. ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുമ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ജീവിതവുമായിട്ട് ബന്ധമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കീകൾ, താക്കോലുകൾ കിട്ടിയിരിക്കണ എല്ലാം നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന ഈ സ്വർഗീയ കൂട്ടായ്മയിലാണ്. അത് ഓർത്തിട്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഉടമ്പടി ധ്യാനം മറ്റു ധ്യാനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇതൊരു നമ്മൾക്ക് വളരെ ചിന്തിച്ച് ആലോചിച്ച് സുവിശേഷം ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി സൂത്രവാക്യങ്ങളായിട്ട് ബൈബിളിലെ ഓരോ വചനവും ഓരോ സൂത്രവാക്യങ്ങളായിട്ട് ഫോർമാറ്റ് ചെയ്ത്, നമുക്കറിയാമല്ലോ, 2 സൂത്രവാക്യങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത് കെമിസ്ട്രിയിലെ. അതുപോലെ ബൈബിളിലെ ഓരോ വചനങ്ങളും വചനം എന്നതിനേക്കാൾ ഒരു വചനം ഒരു ഫോർമുല ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് മാറും, സമവാക്യമായിട്ട് മാറും. ദൈവവാക്യങ്ങളിൽ തന്നെ സൂത്രവാക്യങ്ങളുണ്ട്, സമവാക്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? യോഹന്നാൻ 1:12 എന്താ പറയണത്? ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഒന്ന് പറഞ്ഞേ, തന്നെ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി.
അപ്പം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാമാണ്. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ 1960 ജനിച്ച ആളാണ്. എനിക്ക് യേശുവാണ് ദൈവമെന്ന് മനസ്സിലായത് 63-ലോ 64-ലോ ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് അത്രയും കാലത്തെ ഒരു 60 കൊല്ലത്തെ എക്സ്പീരിയൻസാണ് ജീസസുമായിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ 6 ദിവസത്തെ എക്സ്പീരിയൻസേ ഉണ്ടാകത്തുള്ളൂ. 6 ദിവസം മുമ്പായിരിക്കും നിങ്ങളിൽ ചിലർ ഒരു ഉടമ്പടി ധ്യാനം ഇതൊക്കെ ജീസസിൻ്റെ ഒരു സാക്ഷ്യം കേട്ടത് 6 ദിവസമായിട്ടുള്ള. ഈ 6 ദിവസം ആയിട്ടുള്ള ആളും 60 ദിവസമായിട്ടുള്ള ആളും ചില സമയത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴേ രണ്ടുപേർക്കും ഒരേ അനുഭവം കിട്ടിയെന്ന് വരാം. അതാണ് ജീസസിൻ്റെ ഒരു പ്രത്യേകത. 6 ദിവസമായിട്ടുള്ളെങ്കിലും അതായത് ഇത് ആർക്കും ഇതിൻ്റെ അകത്ത് നിന്ന് ആർജിക്കാം, ഷെയർ ചെയ്യാം. നമ്മളെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം, അത്രയേ ഉള്ളൂ വിഷയം. ഈ വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുമായിരുന്നു, ഇപ്പം ഞാനൊക്കെ ഒന്ന് ഭിത്തിയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് ഭിത്തിയായിട്ട് കൊള്ളും? ഫിസിക്കലായിട്ട് പറഞ്ഞാൽ വല്ല 10-20 കിലോ വെയിറ്റ് കൊള്ളും ഭിത്തിയായിട്ട്. ഒരു ബോക്സറാണെങ്കിൽ ഇടിക്കുന്ന ഒരു ട്രെയിൻഡ് ബോക്സർ അല്ലെങ്കിൽ ഒരു കുംഫു അല്ലെങ്കിൽ കരാട്ടക്കാരൻ, അവരാണെങ്കിൽ ഒരു ചിക്കിടാച്ചി അടിച്ച് ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ 300 കിലോനാണ് കൊള്ളണത്. വ്യത്യാസം കണ്ടില്ലേ? ഇപ്പം ഞാൻ ഭിത്തിയായിട്ട് ഇടിച്ച് കഴിഞ്ഞാൽ 30 കിലോനാണ്ട വെയിറ്റാണ് അവിടെ വീഴണത്. പക്ഷേ ഒരു ട്രെയിൻഡ് ബ്ലാക്ക് ബെൽറ്റുകാരൻ അടിച്ചു കഴിഞ്ഞാൽ 300 കിലോ കൊള്ളും. എന്താ കാര്യം? ഈ വ്യത്യാസം വചനത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് ഞാൻ പറയണം, നിങ്ങൾ പറയണത് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് നിങ്ങൾ ഉടമ്പടി അഡ്രസ്സ് ചെയ്യേണ്ടത്. കാര്യം 300 കിലോനോ 600 കിലോനോ ഒക്കെ നമ്മളെ ട്രെയിനിങ് അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു പ്രഖരശേഷി എന്ന് പറയണത്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് നിങ്ങൾ പറയുന്നു, ചിലപ്പോൾ 5 കിലോനെ ചിലപ്പോൾ അതിന് പ്രഖരശേഷി ഉണ്ടാകത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഞാനെക്കുറിച്ച് ദിസ് ഈസ് ദ ലോർഡ് അത്രേ പറയത്തുള്ളൂ. ആ മുഴ ചിലപ്പോൾ കാണാൻ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകത്തില്ലേ? ഞാൻ ഈ എന്ത് സമയം കിട്ടണം എനിക്കിവിടെ? ഒരു സെക്കൻഡൊക്കെ കിട്ടണ്ട, 5 സെക്കൻഡൊക്കെയാണ് കിട്ടണത്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ സാധനം കർത്താവ് ആ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ നോക്കണത്, അല്ല എനിക്കറിയത്തില്ല. എനിക്ക് ചിലപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ ആയിസോക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. ഒരു 100 പേര് വരുമ്പോൾ അതിൽ ഒരാളോട് ഞാൻ പറയും ആയിസോക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഒരു കർത്താവ് എനിക്കൊരു ഇൻഡ്യൂഷൻ തരും ഇറ്റ് ഇസ് ഓക്കെ ആണെന്ന്. ഡോക്ടർ എന്ത് പറഞ്ഞാലും ശരി, അവളെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് കർത്താവ് എനിക്ക് നോട്ട് തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓൺ ദി സ്പോട്ടിൽ ഞാൻ പറയും സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. പക്ഷെ മറ്റുള്ളവർ പലരും വീട്ടിൽ പോയതിന് ശേഷം ടെസ്റ്റൊക്കെ ചെയ്ത് വന്നിട്ടാണ് പറയണത് സാക്ഷ്യം പറയണത്. എന്താ സംഭവം? നിങ്ങൾ പറയണതല്ലേ ഞാനും പറഞ്ഞിരിക്കണത്. എന്താ പറയണത്? ജീസസ് ഈസ് ദ ലോർഡ്. അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ പറയണത് സെയിമാണ്, പക്ഷേ ഇഫക്റ്റ് വ്യത്യാസമുണ്ട്. ഇത് നിങ്ങളിത് ഉടമ്പടിയിലിരിക്കുന്നവരിത് മനസ്സിലാക്കണം. ഓരോ ദിവസം ചെല്ലും തോറും ഈ കഴിവ് വർദ്ധിപ്പിക്കണം. ഇപ്പം മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? 1:12 എന്താ പറഞ്ഞിരിക്കേണ്ടത്? അത് ഒരു സൂത്രവാക്യമാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. എബിലിറ്റി, കഴിവ് നൽകി, കപ്പാസിറ്റി നൽകിയെന്നാണ്. കപ്പാസിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ 20 കിലോന് ഒരു കപ്പാസിറ്റിയാണ്, 200 കിലോന് ഒരു കപ്പാസിറ്റിയാണ്. ഉടമ്പടിയുടെ ഗുണമെന്ന് പറയണത് നിങ്ങളുടെ ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയുമ്പോൾ എന്താണ് ആ കഴിവ്? എന്താണ് ആ കഴിവ്? നമുക്കറിയാമല്ലോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഇപ്പം നമ്മുടെ കൃപാസന വ്യാഖ്യാനങ്ങളുടെ രീതി എന്താ? അതൊരു ശാസ്ത്രീയമായ അക്കാഡമിക് വ്യാഖ്യാനമല്ല. അത് പരിശുദ്ധാത്മാവ് ഇതേ ജനറയിലുള്ള ഇതേ ഫാമിലിയിലുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും. അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു സിംഗിൾ പേഴ്സണാണല്ല ഇത് പറയണത്. 2000 കൊല്ലം മുമ്പ് പറഞ്ഞാലും 1000 കൊല്ലം മുമ്പ് പറഞ്ഞാലും 500 കൊല്ലം മുമ്പ് പറഞ്ഞാലും അതിന് ശേഷം പറഞ്ഞാലും പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ, ദൈവവചനം. അപ്പോൾ ദൈവവചനം സെയിം ടോപ്പിക്ക് വീണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ വലിയ അർത്ഥത്തിന് വ്യത്യാസം വരാൻ സാധ്യതയില്ല.
ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. എന്താ കാര്യം? ഇപ്പം അവൻ്റെ ഒന്ന് പറഞ്ഞാൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ഈ മക്കളെന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ? അപ്പൊ ദൈവമക്കളുടെ കഴിവെന്താ? ശരിക്കും പറഞ്ഞ മക്കളാണെങ്കിൽ അവകാശികളാണ്. ക്ലിയർ അല്ലേ സംഭവം? Take the bed of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പൊ അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്തിരിക്കണത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ്. നമുക്കറിയാമല്ലോ, ഈ ഉടമ്പടി വരുമ്പോൾ എല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം അവകാശങ്ങളാണ്. ശരിക്കും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നമുക്ക് അവകാശമല്ലെങ്കിൽ ദൈവം വാഗ്ദാനമാക്കത്തില്ലത്. ഈ അവകാശം നമ്മൾ പ്രാപിക്കണത് അവകാശത്തിൻ്റെ സമാന്തര വചനമോ അല്ല തത്സമ വചനമെന്ന് പറയണത് വാഗ്ദാനമാണ്. എബ്രഹാം പ്രാപിച്ചത് അവകാശമാണെങ്കിൽ അത് വാഗ്ദാനം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വാക്കിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ അവകാശങ്ങളുണ്ട്. അവകാശങ്ങളെ പ്രാപിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? നമ്മൾ സമരമല്ല ചെയ്യണത് അവകാശങ്ങൾ പ്രാപിക്കാൻ. നമ്മൾ എന്നാ ചെയ്യണത്? നമ്മൾ അതിൽ വിശ്വസിക്കും. ഈ വിശ്വാസമാണ് പ്രോബ്ലം. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഇത് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഇതിൽ വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് വരും. വിശ്വാസം ഇങ്ങനെ എല്ലാവർക്കും ഒരേ വിശ്വാസമല്ല. ഇപ്പോൾ 60 കൊല്ലമായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് 6ാം ക്ലാസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ 6ാം ക്ലാസ്സുകാർക്ക് 60 വയസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകും. ഈ വിശ്വാസത്തിൻ്റെ അടുത്തുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പേഴ്സണലാണ് വിഷയം. മനസ്സിലായി? ആരാണ് ഏത് ഓരോ വ്യക്തിഗതമായിട്ട് വിശ്വാസം ഒരു ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കേസാണ്. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണതായി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗീതാകുമാരി എന്നും പറഞ്ഞ് ഗീതാകുമാരി കൊല്ലത്തെ ചാവറയിലുള്ള ഗീതാകുമാരിയുടെ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമാണ്. ഗീതാകുമാരിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതാകുമാരി ഒരു ഗതിയും പരഗതിയും ഇല്ലാതൊരു കാലത്താണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം UK പോകാൻ നോക്കി. UK കഴിഞ്ഞപ്പോൾ പിന്നീട് സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി ആ കാശ് കൊണ്ട് ഏജൻറ്റ് പോയി. UK പോകാനുള്ള കാശ് കൊടുത്തിട്ട് പിന്നെ അവിടെ ഒരു അറിവില്ലാതെയായി. അങ്ങനെ ഉണ്ടായിരുന്ന കാശെല്ലാം ഇങ്ങനെ മറ്റു കണ്ടവൻ്റെ കയ്യിൽ അന്യാധീനപ്പെട്ടു പോയി. അപ്പോൾ ഇതുപോലെ പോയി കുടുംബത്തിൽ കടമായി. ആ സമയത്താണ് ഇവളൊരു സാക്ഷ്യം കേൾക്കണത്. അപ്പോൾ സാക്ഷ്യം കേൾക്കണ സമയമായപ്പോൾ തന്നെ ആൾ ഒരു ബിഗ് സീറോ ആയിപ്പോയി. ഗതിയില്ലാത്ത അവസ്ഥയായി. കാശെല്ലാം പോയി. ഈ ലോണെടുത്തും കടം മേടിച്ചുമൊക്കെ ചെയ്തിരിക്കണ കാരണം ഇവർക്ക് വരുമാനമില്ല. ഭർത്താവിൻ്റെ ജോലി പോയി, ഭാര്യയുടെ ജോലി പോയി, കുടുംബം കടത്തിലായി. അപ്പം അങ്ങനെ വന്നപ്പോൾ സാക്ഷ്യം കേട്ട് വന്നപ്പോഴും അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ മാതാവ് ഏത് കണ്ടീഷനിലും അവരെ സഹായിക്കുമെന്ന് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണതാണ്. 10 പേര് കൃപാസനം പത്രം വായിച്ചാൽ അതിൽ 6 പേർക്കും അത് മനസ്സിലാകും. മാതാവിൻ്റെ അടുത്ത് വന്നാൽ കുടുംബം രക്ഷപ്പെടും. കാര്യം എന്താണ്? ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം യൂട്യൂബിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അതെല്ലാം നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം വിശ്വാസമാണ്. അപ്പോൾ ഈ ദൈവം ഈ വിഷയം നമുക്കും ഉണ്ടല്ലോ, അത് കാരണം നമ്മളെയും ദൈവം സഹായിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് തിരക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലാണ് പ്രശ്നം വന്നത്.
എന്താ ഇത് ഉടമ്പടി നമ്മൾ പ്രാവർത്തികമാക്കത്തില്ലേ, അത് ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും. ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും.